ഇന്നത്തെ സംതിങ് സ്പെഷ്യൽ എപ്പിസോഡിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി വെണ്ണലയിലാണ്. ഇപ്പോൾ എൻ്റെ ബാക്കിലത്തെ സ്ഥലം എന്ന് പറയുന്നത് വെറും 2.5 സെന്റ് കൊണ്ട് നിർമ്മിച്ച ഒരു ലക്ഷറി ഹൗസ് ആണ്. എനിക്ക് ഇവിടെ നിന്ന് പുറകിലേക്ക് നോക്കുമ്പോൾ തന്നെ വളരെയേറെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ബിക്കോസ് ഇത്രയും ചെറിയ സ്ഥലത്ത് ഇത്രയും ലക്ഷറി ആയിട്ടുള്ള ഒരു വീട് എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ അകത്തെ ലക്ഷറി കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം. എനിക്ക് ഉറപ്പാണ് ഇപ്പോഴേ നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അകത്തെ കാഴ്ചകൾ കണ്ടാൽ നിങ്ങൾ കുറച്ചുകൂടി ഞെട്ടും. അപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് അകത്തേക്ക് പോവാം. ആദ്യം തന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ 2 ഗേറ്റ് ഉണ്ട് കേട്ടോ. 2 ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഗേറ്റിൽ കൂടെ തന്നെ അകത്തേക്ക് പോവാം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഫ്രണ്ടിലത്തെ സ്പേസ്. ഇപ്പൊ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ എവിടേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു കാർ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സ്കൂട്ടറും ഇട്ടിട്ടുണ്ട്. സോ നമ്മളുടെ എത്രയാണെങ്കിലും ഇത്രയും ചെറിയ സ്ഥലം എന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് എല്ലാ സംഭവങ്ങളും ഇവിടെ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് ശരിക്കും ഉണ്ട്. ഇപ്പൊ ഒരു വൈകുന്നേര സമയമാണ്, അപ്പൊ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ലൈറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, ഇവിടെ മൊത്തത്തിൽ ഒരു ലൈറ്റ് ഇവർ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പയ്യെ അകത്തേക്ക് കയറാം. കമോൺ. അപ്പൊ നമ്മൾ അകത്തേക്ക് ഇവിടേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്യുന്ന കാര്യം ഈ കാർ ഇട്ടിരിക്കുന്ന രീതിയാണ്. ഈ കാർ ഇട്ടിരിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ സ്പെഷ്യാലിറ്റി തോന്നും. അതിൽ ഞാൻ ഏറ്റവും ആദ്യം ശ്രദ്ധിച്ചത് ആ കറക്റ്റ് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇവിടെ. ആ കറക്റ്റ് ഗ്യാപ്പിലേക്ക് കാർ കയറിയിരിക്കുന്നതും എന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും ചെറിയ സ്പേസിലാണെങ്കിൽ എങ്ങനെയാണ് ഇവരിത് യൂട്ടിലൈസ് ചെയ്തെന്നുള്ളതാണ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ആക്ച്വലി ഇതിൽ എന്തോ ഒരു സംതിങ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരാനും എന്തോ സംതിങ് സ്പെഷ്യൽ ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് അകത്ത് കയറുമ്പോൾ പറയാം. അപ്പൊ നമുക്ക് പയ്യെ അകത്തേക്ക് പോവാം. ഓക്കെ, സോ നമ്മൾ കയറി വരുമ്പോ തന്നെ വളരെ ഒരു പോസിറ്റിവിറ്റി തോന്നുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. കാരണം നമ്മളുടെ കൃഷ്ണൻ വെണ്ണ കട്ടുന്ന ഒരു സീനാണ് ഇത് കാണുന്നത്. അപ്പൊ ഇതിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു ഫോട്ടോ ഫ്രെയിം ആണെന്ന്. ആക്ച്വലി ഇതൊരു ഫോട്ടോ ഫ്രെയിം അല്ല. കാരണം ഇതിൽ തൊട്ട് നോക്കുമ്പോൾ അറിയാം ഇത് സിമെന്റ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആർട്ട് വർക്ക് ആണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഉള്ള ഒരു കാര്യമൊക്കെ നമ്മൾ വരുമ്പോൾ തന്നെ കാണുമ്പോൾ വല്ലാത്തൊരു പോസിറ്റിവിറ്റി തോന്നും. എനിക്ക് ശരിക്കും ഇവിടെ കയറി വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ശരിക്കും ഒരു പോസിറ്റിവിറ്റി തോന്നി. പ്രത്യേകിച്ച് ഇതിന്റെ കളറിംഗ് ഒക്കെ വരുമ്പോൾ ഇപ്പൊ മുകളിലോട്ട് നോക്കുവാണെങ്കിൽ മുകളിലും അവർ ലൈറ്റിംഗ് ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ട്. അതുപോലെ തന്നെ ഈ സോഫ സെറ്റും ഈ ഫ്രെയിമും നന്നായിട്ട് ചേരുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ഇത് എനിക്ക് ഇവിടുത്തെ ഉടമസ്ഥരെ കാണുമ്പോൾ എന്തായാലും ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റ് ചെയ്യണം. ബിക്കോസ് ഈ ഒരു സംഭവം ഏതൊരു ഗസ്റ്റ് വന്നാലും ആദ്യം തന്നെ അവർ അപ്രീഷിയേറ്റ് ചെയ്യും. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെയും നമ്മളുടെ കൃഷ്ണനുണ്ട്, അതുപോലെ TV ഉണ്ട്. ഈ TVയുടെ ഇവിടെ ഇത് വാൾപേപ്പർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിലും ഇവര് ഫുൾ ലൈറ്റിങ്ങും ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇവർക്ക് എത്ര സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ ഇവർ എങ്ങനെയൊക്കെ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാമോ അതൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. ഫുൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെയാണെങ്കിലും അവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു വുഡൻ കാട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇവരുടെ എന്താ പറയുക ട്രോഫീസ് ഉണ്ട്. ഇങ്ങനെ ഇത് നല്ല രസമുണ്ട് അല്ലേ, നല്ലൊരു ആർട്ട് വർക്ക് തന്നെയാണ് ഇത്. അതേപോലെ തന്നെ ഇതും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഒരാൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ എല്ലാം നോട്ടീസ് ചെയ്യണം. അതാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആര് വന്നാലും ഒന്നും നോട്ടീസ് ചെയ്യാതെ പോവരുത്, അതാണ് എനിക്ക് മനസ്സിലായത്. ഇതാണ് ഇവരുടെ ഡൈനിങ് ഏരിയ. ഇത് കാണുമ്പോൾ തന്നെ ഒരു കൊച്ചു ഫാമിലിയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് എവിടെയാണെങ്കിലും ഇവർ ഏതൊരു എലമെന്റിലാണെങ്കിലും ഒരു പോസിറ്റിവിറ്റി എപ്പോഴും വെക്കും. ഇപ്പൊ ഇവിടെയാണെങ്കിലും ഇങ്ങനെ ഒരു ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യൂട്ട് ഫാൻ ഉണ്ട്. എനിക്ക് ഈ ഫാൻ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട്. ഒരു കുഞ്ഞു ഫാനാണ്. പിന്നെ ഞാൻ കാറ് കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തന്നായിരുന്നു. അവിടെ ഒരു ഗ്യാപ്പിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലേ. ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് 2 കബോർഡ്സ് ആണ്. അപ്പൊ ഇത് തുറക്കുമ്പോൾ ഇവരുടെ കുറച്ച് സാധനങ്ങളാണ് ആക്ച്വലി വെച്ചിരിക്കുന്നത്. അപ്പോ ഇത് വെച്ചിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇതൊരു സാധാ കബോർഡ് ആണല്ലോ എന്ന്. പക്ഷേ ഇതിന്റെ ഇടയിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. ആക്ച്വലി ഈ കബോർഡ് എന്ന് പറയുന്നത് നമ്മളുടെ കാർ ഇരിക്കുന്നതിന്റെ മുകളിലുള്ള സ്പേസ് ആണ്. വിച്ച് മീൻസ്
ഒരു ചെറിയ സ്ഥലം പോലും ഇവർ യൂട്ടിലൈസ് ചെയ്യാതെ ഇരുന്നിട്ടില്ല. എന്തൊക്കെ എലമെന്റ്സിൽ നമുക്ക് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഇപ്പൊ ഇവർക്ക് ഒരു സ്റ്റോർ റൂം പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് സ്റ്റെയർ കേസ്. ഈ സ്റ്റെയർ കേസിന്റെയും ഇതിന്റെ അടിയിലാണ് നമ്മുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോന്റെ ഫസ്റ്റ് ഒന്നും കൂടി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഗ്യാപ്പ് എന്തിനായിരുന്നു വന്നതെന്ന്. അതേപോലെ തന്നെ തീർന്നിട്ടില്ല. ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ഇവിടെയും ഈ സെയിം സംഭവം തന്നെയാണ് അവർ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയ വിൻഡോ ഉണ്ട്. ഈ വിൻഡോ എന്ന് പറയുന്നത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡോർ തുറന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെയൊന്ന് നോക്കിയാൽ മതി. അപ്പൊ കാണാൻ പറ്റും ആരാണ് വന്നിരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ സംഭവങ്ങൾ. ഇനി ഡൈനിങ് ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ആണ്. ഓപ്പൺ കിച്ചന്റെ അകത്ത് നമ്മളുടെ ഇവിടുത്തെ മെയിൻ ആള് നിൽക്കുന്നുണ്ട്. അപ്പൊ ചേച്ചിയിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പായിട്ട് ഇത് ഓപ്പൺ സ്പേസ് ആണ്. അപ്പൊ നമ്മളുടെ കിച്ചൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് നേരെ എടുത്തിട്ട് പോവാം. ഇത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെയാണെങ്കിലും ഇവർ എവിടെയൊക്കെ പറ്റുന്ന അവിടെയൊക്കെ ഇതുപോലത്തെ ഒരു പ്ലാന്റ് പോട്ട് വെക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ ഈ ലൈറ്റിംഗ് ആണെങ്കിലും ഒരു വെറൈറ്റി കളർ ലൈറ്റിംഗ് ആണ്. ഒരു ഓറഞ്ച് കളർ ഷെയ്ഡൊക്കെ വരുന്ന ഒരു ലൈറ്റിംഗ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഇതിലേക്ക് വരുമ്പോൾ ഇതിപ്പോൾ ഡൈനിങ് ഏരിയ ആണെങ്കിൽ ഇവിടെയാണ് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത്. ഈ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഇവരുടെ വാഷ്റൂമാണ്. ഈ വാഷ്റൂം സ്പേസ് ഇവർ യൂട്ടിലൈസ് ചെയ്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഇത് വാഷ്റൂം ആണെങ്കിൽ ഈ സ്പേസ് കളയാതിരിക്കാൻ വേണ്ടി ഇവർ വാഷ് ബേസും വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കുഞ്ഞു സ്പേസിൽ എന്തോരം ബ്യൂട്ടിഫുൾ ആക്കാമോ അത്രയും നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ഒരു വാഷ് ബേസിനുണ്ട് ഇവിടെ. പിന്നെ എന്നെ പോലുള്ള എപ്പോഴും ഫോട്ടോ ജീനിക് ആയിട്ടുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഫ്രെയിമാണ്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ എവിടെയൊക്കെ പറ്റുമോ അവിടെയൊക്കെ പ്ലാന്റ് പോട്ട്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം അതാണ്. കുഞ്ഞു കുഞ്ഞു സ്ഥലത്താണെങ്കിൽ എത്രയൊക്കെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഇവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായിട്ട് തോന്നുന്നത്. നമ്മളിനി നേരെ കിടക്കാൻ പോകുന്നത് കിച്ചണിലേക്കാണ്. ഹലോ ചേച്ചി. അപ്പൊ നമുക്ക് ചേച്ചിയുടെ അടുത്ത് കൂടുതൽ വിശേഷങ്ങൾ എന്തായാലും ഈ വീടിനെ പറ്റി എന്നേക്കാൾ നന്നായിട്ട് അറിയുന്നത് ചേച്ചിക്കായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ചേച്ചിയുടെ അടുത്ത് സംസാരിക്കാം. ചേച്ചി ആദ്യം മൈക്ക് വെച്ചോ. ചേച്ചി, ഞാൻ ആക്ച്വലി എൻ്റെ സംസാരം കേട്ടിറക്കി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ പറയുമ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് പറയുന്നത്. ഇവരെ എന്തോരം ലക്ഷറിയസ് ആക്കാമോ അത്രയും ആക്കിയിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റൗ ആണെങ്കിലും കബോർഡ്സ് ആണെങ്കിലും എല്ലാം. ഓ ദേ ഇങ്ങനെയൊക്കെ വരും കേട്ടോ. ഓക്കെ, വെരി നൈസ്. അപ്പൊ ചേച്ചി പറയൂ, ഈ വീട് ഇത്രയും നന്നായിട്ട് യൂട്ടിലൈസ് അല്ലെങ്കിൽ ഇത്രയും ചെറിയൊരു സ്പേസിൽ ഇത്രയും നല്ലൊരു വീട് വെക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നോ? ഇത് ആക്ച്വലി ഞങ്ങള് റിനോവേറ്റ് ചെയ്ത വീടാണ്. ഓക്കെ, ഞങ്ങള് 12 വർഷമായിട്ട് ഈ വീട്ടില് താമസിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോ ഞങ്ങൾ ചെയ്യാൻ മെയിൻ ആയിട്ട് കാരണം കാറ് ഞങ്ങൾക്ക് റോഡിലേക്കായിരുന്നു, ഗേറ്റ് അടക്കാൻ പറ്റില്ലായിരുന്നു. ആ ഒരു ഓപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ഒന്ന് തുടങ്ങിയത്. പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഒരു കിച്ചൺ എൻ്റെ ഒരു ഭയങ്കര സ്വപ്നമായിരുന്നു. നോർമൽ കിച്ചൺ ആയിരുന്നു. ഒന്നും ഒരു കബോർഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വാങ്ങിച്ച വീടായിരുന്നു 12 വർഷം മുന്നേ. അപ്പൊ ഒരു കബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇതിങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു വിചാരിച്ചോണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇങ്ങനെയൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ ചെയ്ത് കണ്ടപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞ സ്ഥലം കുറവാണ്, അതുകൊണ്ട് വീട് വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഒരു പ്രചോദനം തന്നെയാണ് ഇത്. വെറും 2.5 സെന്റില് വെച്ചിരിക്കുന്ന ഒരു വീട് തന്നെയാണ് ഇത്. ഇപ്പൊ ഇത് ചെയ്ത് കണ്ടപ്പോ കിച്ചണൊക്കെ കുറച്ചും കൂടെ സ്പേസ് ഇതിലെല്ലാത്തിലും അത് നമുക്ക് അറിയാവുന്നതുകൊണ്ട്, ഇത് 2.5 സെന്റിന്റെ വീട് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. പക്ഷെ ആര് വന്നു കഴിഞ്ഞാലും അത് നമുക്ക് ഒട്ടും ഫീൽ ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. പക്ഷെ ഇവിടെ എല്ലാം അത്രയും ലക്ഷറിയസ് ആയിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാം ഓരോ സെറ്റപ്പ് ആണെങ്കിലും ഈ എല്ലാത്തിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാത്തിലും ഈ പ്ലാന്റ് പോട്ട്സ് വെക്കുന്നുണ്ട്. അതെന്തുകൊണ്ട്? ഒരു പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടി. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഏറ്റവും അതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭംഗി ഉണ്ടാവാറില്ല. അത് കാരണം ഞാൻ വെക്കും, എടുത്തുകൊണ്ട് മാറ്റും, എടുത്തുകൊണ്ട് മാറ്റും. ഇവിടേക്ക് നോക്കി ഇവിടെയുണ്ട്, എല്ലായിടത്തും പ്ലാന്റ് പോട്ട്സ് ഉണ്ട് എല്ലായിടത്തും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെയാണ് ഈ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ എപ്പോഴും ഞാൻ പറയാണ്, ഇവർ ഒരു സ്ഥലം പോലും യൂട്ടിലൈസ് ചെയ്യാതിരുന്നിട്ടില്ല. ഇത് ബാക്ക് ഏരിയ ആണ്, അത് അവര് വർക്ക് ഏരിയ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ഏരിയ എന്ന് പറയുമ്പോൾ കിച്ചണിലല്ലാതെ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഇവിടെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം അതും കൂടി ഞാൻ കാണിച്ചു തരാം.
ഇവിടെ അതേപോലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു കിണറുണ്ട്, വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കിണറുണ്ട്. അപ്പൊ ഈ കിണറും കൂടി ഇപ്പൊ ഇവിടെ ഒന്നും വേറൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നല്ല, ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ സ്പേസ് പോലും ഇവർ മാറ്റിയിട്ടില്ല. ഇതും വളരെ നന്നായിട്ട് വളരെ വൃത്തിയായിട്ട് തന്നെയാണ് കൊണ്ടു കിടക്കുന്നത്, അല്ലേ ചേച്ചി? അതുപോലെ ഈ ടൈൽസ് ആണെങ്കിലും ഇപ്പൊ ഈ കളർ തീം ഉണ്ടല്ലോ, ഈ കളർ തീം ഒക്കെ ആരുടെ ഐഡിയ ആണ്? ഇത് അവര് ചേട്ടനാണ് ചെയ്തത്. അവര് ചെയ്യുമ്പോ ഇങ്ങനെ ഫോട്ടോ ഇട്ട് തരും, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ചെയ്തതാണ്. അപ്പൊ നമുക്ക് ചേച്ചിയുടെ ഇട്ട് തരും ഓരോന്നിങ്ങനെ ഇത് വേണോ ഇത് വേണോ ചോദിച്ചിട്ട് നമുക്ക് നടന്നോണ്ട് ഞാൻ ഇവർക്ക് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. എന്നാലും ചേച്ചിക്ക് കുറച്ചും കൂടി ഐഡിയാസ് ഉണ്ടാവുമല്ലോ. എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു വാഷ് ബേസിൻ ഒക്കെ എത്ര മനോഹരമായിട്ടാണ് കുഞ്ഞു സ്പേസിൽ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഇവരോട് പറഞ്ഞു, നമ്മൾ കയറി വരുമ്പോ തന്നെ ഏറ്റവും പോസിറ്റിവിറ്റി തോന്നുന്ന ഒരു ആർട്ട് വർക്ക് ആണ് അത്. അത് ആരുടെ ഐഡിയ ആയിരുന്നു? അത് ഞാൻ വേറൊരു വീട്ടിൽ കണ്ടിട്ട് തന്നെ കണ്ടത് കേട്ടോ, ചേട്ടന്റെ വീട്ടിൽ തന്നെ. അപ്പൊ അത് കണ്ടപ്പോ മുതൽ ഞാൻ അവരുടെ വീട്ടിലെ ഹൗസ് വാമിങ്ങിന് പോയപ്പോ മുതല് കണ്ടതായിരുന്നു. അപ്പൊ മുതൽ എനിക്കതൊരു ആഗ്രഹമായിരുന്നു, ഒരു കൃഷ്ണനെ വരച്ചെടുക്കണം. പക്ഷെ ആ വീട്ടിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പഴയ വീട്ടില് ഒന്നിനുള്ള സ്പേസ് ഇല്ലായിരുന്നു. സ്പേസ് ഉണ്ടോന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്, എല്ലാം ഭയങ്കര ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അവിടെ നിന്ന് ഒരു എൻട്രൻസ്, ഇവിടെ നിന്ന് ഒരു എൻട്രൻസ്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ഈ ആർട്ട് വർക്ക് ആണെങ്കിൽ ഇത് സിമെന്റിൽ ചെയ്തതാണ്. അത് ആരാണ് ചെയ്തത്? അത് നമ്മൾ പറഞ്ഞു ചെയ്യിച്ചതാണ്. ഓക്കെ. അപ്പൊ ഇത് കൃഷ്ണന്റെ തന്നെ വെണ്ണ കക്കുന്നത് തന്നെ വേണം എന്നുള്ളത് ചേച്ചി പറഞ്ഞിട്ടാണോ ചെയ്തത്? വേണം എന്നുള്ളതാണ് പറഞ്ഞിട്ട് ഐഡിയ. പക്ഷെ ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു വീട്ടിൽ വരുമ്പോ തന്നെ കാണുന്ന കാഴ്ച നമ്മൾ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആക്കും. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. നമ്മൾ ഗസ്റ്റ് വരുമ്പോ തന്നെ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നവർ. അതുപോലെ തന്നെ മുകളിലത്തെ ലൈറ്റ്, ഈ മുകളിലത്തെ ലൈറ്റ് ഞാൻ ചേച്ചി വരുമ്പോ ഇതൊക്കെ ഈ ലൈറ്റിംഗ് ഒക്കെ സെലക്ട് ചെയ്തത് ചേച്ചിയാണോ? അല്ല, ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അത് ഇവിടുത്തെ ചേട്ടനായിരിക്കും അല്ലേ? ചേട്ടനും രണ്ടുപേരും. ഈ ഗോൾഡ് ആൻഡ് ലൈറ്റ് തീം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ലക്ഷറി പ്രീമിയം ഫീല് തരുന്ന ഒരു എലമെന്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് വരുമ്പോ തന്നെ ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആവില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾക്ക് കയറി വരുമ്പോ തന്നെ ഉണ്ട്. സോ നമ്മൾ ഈ ലൈറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ വന്നപ്പോ തന്നെ നോട്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇത് ശരിക്കും എന്താ സംഭവം? ഇത് ഹസ്ബൻഡ് ഒഫീഷ്യലി പുറത്ത് പോയപ്പോഴേക്കും കൊണ്ടുവന്നതാണ്. ഇത് ഓസ്ട്രിച്ചിന്റെ എഗ്ഗാണ്. ഓസ്ട്രിച്ചിന്റെ എഗ്ഗാണ്. ഓക്കേ, ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തു. ഇത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, വളരെ റെയർ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് ഞങ്ങൾ ഇവിടുന്ന് റെന്റിന് റിനോവേറ്റ് ചെയ്യുമ്പോൾ റെന്റിന് താമസിക്കാൻ പോകുമ്പോഴും ഇത് മാത്രം നമ്മൾ പൊട്ടാതെ എടുത്ത് കൊണ്ടുപോയിണ്ടായിരുന്നു. അത് ആൾക്ക് നിർബന്ധം, ഇത് എവിടെയും ചീത്തയായി പോകരുത്. ഓക്കെ, പക്ഷെ അത് കറക്റ്റ് പ്ലേസിൽ നമ്മള് TV യൂണിറ്റിൽ തന്നെ അത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ TV യൂണിറ്റ് ആണെങ്കിലും മൊത്തത്തിൽ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. TV യൂണിറ്റ് ഒക്കെ ഇങ്ങനെ വേണമെന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ആണോ? ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മൾ ഈ പല വീടുകളിലും പോകുമ്പോഴേ ഇങ്ങനെ കാണും. ഇവിടെ പഴയ വീട്ടിലുണ്ടായിരുന്നത് ചെറിയൊരു യൂണിറ്റ്, ഇങ്ങനെ ലൈറ്റിംഗ് ഒന്നും ഇല്ലാതെ ചെറിയൊരു യൂണിറ്റ് ആയിരുന്നു. അവിടെ ഒരു ചെറിയ TV മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അതങ്ങനെ ഭംഗിയൊന്നുമില്ല കാണുമ്പോ. പക്ഷെ എനിക്ക് അപ്പൊ ഇങ്ങനെ കാണുമ്പോ ഞാൻ ഇന്നും വിചാരിക്കും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ചേച്ചി ഉദ്ദേശിച്ച സെയിം സംഭവം തന്നെ കിട്ടിയല്ലേ? കിട്ടി. അടിപൊളിയായിട്ടുണ്ട്. ഇത് ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, TV യൂണിറ്റ് വേണമെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെയ്തു. നമ്മൾ എന്താണ് വിചാരിച്ചത് അതിലും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മുകളിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ നമ്മള് മുകളിലോട്ടും കൂടി പോവാണ്. ഇത് ഞാൻ ആക്ച്വലി ഇത് കണ്ടപ്പം വിചാരിച്ചത് ആരെങ്കിലും പുറത്തുകൂടെ വരുന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കാതെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അതിന് വേണ്ടിട്ടുള്ള സ്പേസ് തന്നെ ഇതില് നോക്കി മാത്രം ഞാൻ ഡോർ തുറക്കില്ല. അടിപൊളി. അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ്. എനിക്ക് ഒരു അസംഷൻ മാത്രമായിരുന്നു അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതെ. അപ്പൊ ഇവിടേക്ക് നോക്കുവാണെങ്കിൽ ഇത് വാൾപേപ്പറാണ് ചെയ്തേക്കുന്നത്. വാൾപേപ്പറാണ്. അതുപോലെ തന്നെ ഇവിടെയും ഒരു വിൻഡോ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് വാൾപേപ്പർ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ്. ഈ ഡിസൈൻ ഒക്കെ ആക്ച്വലി ആരാണ് പ്ലാൻ ചെയ്യുന്നത്? ഇങ്ങനത്തെ ഡിസൈൻ വേണം, ഇങ്ങനെ ഒരു വിൻഡോ വേണം? വിൻഡോ ഒക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. നേരത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇത് മറ്റേ വീടും കൂടി കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് മറ്റേ വീടിന്റെ കുറച്ച് ക്ലിപ്സ് ഒക്കെ എന്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഞാൻ മുന്നേ എടുത്തു വെച്ചിട്ടുണ്ട്, ചേഞ്ച് മനസ്സിലാവുണ്ട്. ഓക്കെ, സോ നമ്മൾ കേറി വരുമ്പോ തന്നെ ഒരു ബെഡ്റൂം ആണ്. ഇതാണല്ലേ ചേച്ചിയുടെ ചേട്ടന്റെ? അതെ. ഓക്കെ, ഇതിൽ കയറി വരുമ്പോ തന്നെ ഒരു ക്യൂട്ട് ഫോട്ടോ ഉണ്ട് ഇവരുടെ 3 പേരുടെയും. ഇത് ഞാൻ കാണിക്കട്ടെ? ഒരു 3 പേരുടെ ഒരു ക്യൂട്ട് ഫോട്ടോ ഉണ്ട്.
അതേപോലെ തന്നെ നല്ല ഒരു ക്യൂട്ട് സംഭവം ഞാൻ കണ്ടത് ഇതാണ്. ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു പിക്ചർ വെക്കാൻ വേണ്ടിയിട്ട് സ്പേസ് വെച്ചത്. നിങ്ങളുടെ ഇതേ ഫോട്ടോ അവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലക്ഷറി ആയിരിക്കും ഈ റൂമിന്റെ മൊത്തത്തില്. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഒരു ലൈറ്റിംഗ്. ഇവരുടെ ഓരോ ലൈറ്റിങ്ങും ഭയങ്കര ഡിഫറെന്റ് ആണ്. അതിലെ ഓരോ ഡിസൈനും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻസ് ഒക്കെ തന്നെയാണ്. പിന്നെ ഇത് മൊത്തം LED ആണ്, എല്ലാം LED ആണ്. അത് കാണാനുണ്ട്, അതിന്റെ ഒരു പവർ അറിയാനുണ്ട്. ഞങ്ങള് എല്ലാം ഫുൾ വയറിങ് അടക്കം എല്ലാം മാറ്റി, പഴയ വീടിന്റെ എല്ലാം മൊത്തം മാറ്റിയിട്ട് ചെയ്തത്. ഇത് ശരിക്കും പുതിയ വീട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവരുടെ ബെഡ്റൂം. ഇവിടെ വാഷ്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. ഇതെന്താ ചേച്ചി മോളില്? സ്റ്റോറേജ് ആണ്. ബാത്റൂമിന്റെ മുകളിൽ ഒരു സ്റ്റോറേജ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും സ്റ്റോറേജ് ആണെന്ന്. പക്ഷെ ഇത് കണ്ട ഇതിലെന്തോ ശബ്ദം കൊണ്ടതേ മനസ്സിലാവും. സ്റ്റോറേജ് സ്റ്റോർ റൂം അതൊന്നും മനസ്സിലാവില്ല. ഓക്കെ, സോ ഇതാണ് ഇവരുടെ വാഷ്റൂം. ഇനി നമുക്ക് ഒരു റൂമും കൂടി ഉണ്ട് അല്ലേ? അപ്പൊ മുകളിലത്തെ ഫ്ലോറിലാണ് ഇവർക്ക് റൂംസ് ഒക്കെ വരുന്നത്. അപ്പൊ ഈ റൂം നമുക്ക് തുറക്കാം. ഹലോ, ഇവിടുത്തെ അമ്മാമ്മയുടെ, ഇത് ചേട്ടന്റെ അമ്മയാണ്. ഹലോ, അവിടെ ഇരുന്നു. അമ്മാമ്മ ഇവിടെ അല്ല ഹാപ്പി ആയിട്ട്. ഈ റൂമില് ഇച്ചിരി കൂടി ലൈറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ റൂമിൽ എന്തോ പ്രത്യേകതയൊക്കെ ഉണ്ടല്ലോ. ഈ റൂമിലെ പ്രത്യേകത ഞാൻ പറയാം എന്താണെന്ന്. ഇവിടെ ഇത് മാത്രല്ല സ്പേസ്, അവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ആദ്യം ഈ സ്പേസിലേക്ക് പോവാം. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കുട്ടിയുടെ റൂമാണ്, സ്റ്റഡി റൂമാണ്. സ്റ്റഡി റൂം കറക്റ്റ് ആയിട്ട് നേരത്തെ തന്നെ അല്ല, ഇത് നമ്മുടെ പഴയ ബാത്റൂം ആയിരുന്നു. ഓക്കെ, ഇത് പഴയ വീടിന്റെ ബാത്റൂം ആയിരുന്നു. അത് നിങ്ങൾ ഇത് സൂം ചെയ്ത് തന്നെ കണ്ടോ? ഞാൻ നിൽക്കുന്നതിനേക്കാളും അല്ലാതെ തന്നെ കണ്ടോ? ഓക്കെ, നിങ്ങളപ്പം ഒരു വാഷ്റൂം ആണ് ഈ ഒരു സെറ്റപ്പില്, സ്റ്റഡി ഏരിയ. അതുപോലെ തന്നെ ഈ ഒരു കബോർഡ് കാണാനും നല്ല രസമുണ്ട്. ആൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. ഈ കബോർഡ് താഴെ ഞങ്ങളുടെ ഒരു താഴത്തെ ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത് ഒരു ബെഡ്റൂം ആയിരുന്നു. അതിനിപ്പോ ഡൈനിങ് സ്പേസ് ആക്കി മാറ്റിയതാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു കബോർഡ് ആയിരുന്നു. കളയാൻ വേണ്ടി വിചാരിച്ചായിരുന്നു, വെക്കാൻ സ്പേസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് ഇവിടെ കിട്ടിയത്. അത് പിന്നെ നമ്മൾ താഴെ കണ്ട പോലെ ഒരു ക്യൂട്ട് ഫാൻ ആൾക്ക് വേണ്ടി ഇവിടെയും വെച്ചിട്ടുണ്ട് അല്ലേ? അതേപോലെ എനിക്ക് ഈ റൂമിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്, നമ്മൾ താഴെ കണ്ടില്ലായിരുന്നോ ഒരു വാഷ്റൂം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്? അതേപോലെ തന്നെ സെയിം ഏരിയയിൽ തന്നെയാണ് ഇവിടെയും വാഷ്റൂം. ആ സ്പേസ് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നല്ലൊരു മിറർ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ കുട്ടിക്ക് വല്ല റീൽസ് എടുക്കാനോ വല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നോക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണിത്. ഇവർക്ക് ആൾക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി ചെയ്തതാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളും വേണമെന്നില്ലത്. ആണല്ലേ? ഇവിടെയും ഒരു വിൻഡോ ഉണ്ട്, നല്ല രസമായിട്ടുണ്ട്. ഇപ്പൊ സ്റ്റഡി റൂം ആണെങ്കിലും ആൾക്ക് ഡ്രസ്സിങ് ഏരിയ ആണെങ്കിലും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കബോർഡ് ഉണ്ട് കേട്ടോ. ഇവിടെയും ഒരു കബോർഡ് ഉണ്ട്. പിന്നെ ഈ ഡിസൈൻ ഒക്കെ നല്ല രസമായിട്ടുണ്ട്. മുകളിലത്തെ ഡിസൈൻ ഒക്കെ ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇവിടെയും ഒരു സ്റ്റോർ ഏരിയ ഉണ്ടല്ലേ? ഉണ്ട്, ഇതിന്റെ മുകളിലുണ്ട്. ആണല്ലേ? അമ്മാമ്മ എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നല്ലേ? ഓക്കെ, ഇത് തുറന്നാ എന്താ ചേച്ചി? ഇത് നമുക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടിട്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് മുകളിലേക്ക് ടെറസിലേക്ക് കയറാനുള്ള ഒരു ഏരിയ ആണ്. ഈ ഏരിയയിൽ നേരെ പോയി കഴിഞ്ഞാൽ ടെറസാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടത്തെ ഏരിയ. ഈ ഒരു സ്ഥലത്ത് അവർ അതും റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ എടുത്തെടുത്ത് പറയണം, കാരണം ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും കുഞ്ഞു സ്പേസിൽ ഇവർ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി തോന്നുന്ന എലമെന്റ് താഴെയുണ്ട്, അതുപോലെ തന്നെ മുകളിലുണ്ട്. ഇത് നമ്മളുടെ പൂജ ഏരിയയാണ്. ഓക്കെ, ഇത് നേരത്തെ വീട്ടിലുണ്ടായിരുന്നോ? ഇല്ല, ഇത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിലൊന്നായിരുന്നു പൂജ റൂം. അത് നേരത്തെ വീട്ടിൽ ഒരു ചെറിയൊരു ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ വിളക്കൊക്കെ കത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് വേണമെന്ന് നിർബന്ധമായിരുന്നു എനിക്ക്. നിർബന്ധം എന്ന് പറഞ്ഞാൽ ആഗ്രഹമായിരുന്നു. അത് എവിടെ സെറ്റ് ചെയ്യും ഇതൊന്നും അറിയില്ല. പക്ഷെ അത് ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു സ്ഥലത്ത് നല്ലൊരു സ്പേസിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ട് അല്ലേ? പിന്നെ ഈ ഒരു ഇത് ഞങ്ങളുടെ പഴയ സെറ്റി ആയിരുന്നു. ഇങ്ങനെ തന്നെയായിരുന്നു? ഇല്ല, കുഷ്യൻ ഇട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇതും ഇനി വെക്കാൻ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞ് മാറ്റാൻ വേണ്ടി കളയാൻ വേണ്ടി വിചാരിച്ചു സാധനങ്ങളാണ് ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ. പിന്നെ അപ്പോഴാണ് കുറച്ച് ഇങ്ങനെ ഒരു ബെഞ്ച് മോഡൽ ഇങ്ങനെ ചെയ്തെടുത്തത്. അതും നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു സ്പേസിന് പറ്റിയ ഒരു കളറുമാണ്. അതേപോലെ തന്നെ ആ ലൈറ്റും നല്ല രസമായിട്ടുണ്ട്
അല്ലേ? ഒരു പ്രത്യേക ഈ കളറായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ലൈറ്റിംഗ് ആണ് അവിടെയും വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫാൻ എല്ലാം കളറ് ഞങ്ങൾ സെലക്ട് ചെയ്തതാണ്. ഈ ഫാനും ഇതിന്റെ ഒക്കെ ലൈറ്റിംഗ് ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാൽക്കണിയും കൂടി ഉണ്ട് ഈ വീട്ടിൽ. ഇവർ അതും റെഡിയാക്കിയിട്ടുണ്ട്. ഈ ബാൽക്കണി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഇപ്പൊ തന്നെ വൈകിട്ട് ഒരു സമയമാണ്. സമയത്ത് നോക്കുമ്പോൾ തന്നെ അതേ കുറെ കുട്ടികൾ ഇവിടെ ഷട്ടിലൊക്കെ കളിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ചുമ്മാ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ചുമ്മാ ഇങ്ങനെ വന്ന് നിന്നാൽ മതി, ഒരു പോസിറ്റിവിറ്റി കിട്ടും. ചെറിയൊരു സ്പേസ് ആണെങ്കിലും നല്ല രസമുള്ള ബാൽക്കണിയാണ്. ഇവിടെ നിന്ന് അവിടേക്കും ഈ സ്പേസ് തന്നെ അല്ലേ? ഇവിടേക്കും ആ സെയിം ഏരിയ തന്നെയാണ്. ഇവിടെയും വേറൊരു അപ്പുറത്തെ വശമാണ്, ഇതേപോലെ തന്നെ അപ്പുറയുണ്ട്. അതേപോലെ തന്നെ ഇതും നല്ല രസമായിട്ടുണ്ട്. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? ഇത് സത്യം പറഞ്ഞാ ഇത് ആ വീടും ഈ വീടും സെയിം ആയിരുന്നു, ഒരേപോലെ ആയിരുന്നു. അപ്പൊ ഈ വീടും അപ്പൊ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ്. രണ്ട് വീടും രണ്ടാക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ. അതുകൊണ്ടാണോ നമ്മളുടെ അവിടെ അപ്പുറത്തെ സൈഡില് ഇതും അതുകൊണ്ടാണോ ചേച്ചി വെച്ചത്? ഇതും അതുകൊണ്ടാ വെച്ചത്. എന്നാലും ഒരു വേറെ വ്യത്യാസം തോന്നില്ല, ഇല്ലെങ്കിൽ രണ്ടും ഒരേപോലെ. എന്തായാലും ചേച്ചി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായത് രണ്ടും സെയിം പോലെയായിരുന്നു എന്നുള്ളത്. പക്ഷെ കൊള്ളാം, നമുക്കൊരു ബാൽക്കണി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഏരിയയും കൂടി വന്നപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ട് ഒരാൾ ഫോട്ടോ എടുത്താൽ കറക്റ്റ് ആണ്. ഒന്ന് പോസ് ചെയ്താൽ മാത്രം മതി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു പോവാം. ഇവിടെ ഒരു കട്ടിലും ഇതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതില് ഈ ബെഡില് നമുക്ക് സ്റ്റോറേജും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. ഇത് ഇങ്ങനെ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ പൊക്കാം. ഓക്കേ, ഞാനും വിചാരിച്ചു ഇവിടുത്തെ കുട്ടിയുടെ സാധനങ്ങളൊക്കെ എവിടെ വെച്ചിരിക്കുന്നേന്ന്. ഇവിടെയാണ് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. ഒരു വീട്ടിലും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം, ഞാൻ കണ്ടിട്ടില്ല. ഇതിന്റെ ഐഡിയ ആരുടെയായിരുന്നു? ഇതിന്റെ ഐഡിയ ഒരു ബെഡ്, ഈ കട്ടില് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞു. സ്റ്റോറേജ് വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ലായിരുന്നു, അത് ആളുടെ ഐഡിയ. അവിടെയും ഇവര് യൂട്ടിലൈസ് ചെയ്തു സ്പേസ്. അതാണ് നമ്മളുടെ ഈ ഒരു ബെഡിന്റെ താഴെ ഇത്രയും സ്പേസ്, ഇനിയും ഇതിൽ കുറെ സാധനങ്ങൾ കയറും അല്ലേ? അടിപൊളി. ഈ റൂമിലാണ്, ആളുടെ റൂമിലാണ് ടെക്നിക്ക് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ ആർക്കും മനസ്സിലാവുമല്ലേ ഇതിന്റെ അകത്ത് എന്ത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാൽ? നിധികൾ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചാൽ ആരും അറിയില്ല. ഇങ്ങനെ ഒരു ബെഡ്ഷീറ്റ് ഒക്കെ ഓക്കെ. അപ്പം ഇവിടത്തെ എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഇനി നമുക്ക് താഴെ പോവാം. അപ്പൊ ഇവിടെ ആരൊക്കെയാ ചേച്ചി ഉള്ളത്? ഇവിടെ ഹസ്ബൻഡും മോളും ഞാനും ആണുള്ളത്. അമ്മ കണ്ണൂരാണ്, ഇപ്പൊ 2 മാസമായിട്ട് അമ്മ ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ നമുക്ക് അവരെയും കൂടി ഒന്ന് വിളിച്ചാലോ? വിളിക്കാം. അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ളത് കൂടി നമുക്കറിയണം അല്ലേ? സോ നമുക്ക് ഈ വീട്ടിലുള്ള ബാക്കി അംഗങ്ങളെയും കൂടിയും കാണാം. ഹലോ, ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ ഈ മൈക്ക് വെച്ചോളൂ, വരൂ. ഓക്കെ, പേരെന്തായിരുന്നു? ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഇത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വീട് വെക്കാൻ പറ്റാന്നുള്ളത് പലർക്കും ഇപ്പോഴും അറിയില്ലാത്തൊരു കാര്യമാണ്. അപ്പം ഇതൊക്കെ കാണുമ്പോഴാണ് ആൾക്കാർക്ക് കൂടുതൽ പ്രചോദനമാവുക. കാരണം സ്ഥലം കുറവാണെന്ന് പറഞ്ഞിട്ട് പലരും വീട് വെക്കാതിരിക്കുന്നുണ്ടല്ലോ. ഇത് ഇത്രയും ചെറിയ സ്പേസിൽ നിങ്ങൾ ഒരു ചെറിയ സ്ഥലം പോലും നിങ്ങൾ മിസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇതില് 2012 ഞാൻ ഈ വീട് വാങ്ങിച്ച സമയത്ത് ഇത്രയും സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ വന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ബിജുവിനെ പരിചയപ്പെടുന്നതും. ഇപ്പോൾ ഫുൾ താങ്ക്സ് ടു ബിജു ആണ് എല്ലാം. ബിജു അങ്ങനെ വന്ന് നമ്മളങ്ങനെ മീറ്റ് ചെയ്തു, അങ്ങനെ നമ്മൾ ഫ്രണ്ട്സായി. ആ സമയത്താണ് നമ്മൾ കാറ് പുള്ളി കാണുന്നതും പുറത്ത് കിടക്കുന്നതൊക്കെ കാണുന്നതും അങ്ങനെ ഒരു ഐഡിയ ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിൽ വന്നതും. പിന്നെ പുള്ളിനെ അങ്ങോട്ട് ഏൽപ്പിക്കുകയോ ചെയ്ത്. വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇത്രയും ചെറിയ സ്പേസിൽ നമ്മള് ചെറുതായിട്ടല്ല വെച്ചിരിക്കുന്നത് അല്ലെ? ലക്ഷറിയസ് ആയിട്ട് തന്നെയാണ് എല്ലാം ചെയ്തത്. എല്ലാവരും ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഹാപ്പിയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം കയറി വരുമ്പോ തന്നെ ഒരു പോസിറ്റിവിറ്റി ഉള്ളതാണ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ബിജു ചേട്ടനാണ് ഇതിന്റെ മെയിൻ ആൾ. ബിജു ചേട്ടനെ എന്തായാലും വിളിക്കണം. ബിജു ചേട്ടൻ വരൂ. ഇതാണ് ഈ വീടിന്റെ എല്ലാ പ്ലാനിങ്ങും ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ബിജു ചേട്ടൻ. ബിജു ചേട്ടൻ പറയൂ, ഞാൻ ഇപ്പോഴും എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല. ഞാൻ ചേച്ചിനോട് സംസാരിക്കുമ്പോഴൊക്കെ ഓരോ സംഭവങ്ങളും നമ്മൾ അതിന് തന്നെ ഒരു തോട്ട് പ്രോസസ്സ് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മൾ കാർ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നതാണ്, കാർ പാർക്കിംഗ്. ഞാൻ ഇവിടെ കൂടെ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ കാറിന്റെ ബാക്ക് വശം ഒരു 1/2 മീറ്ററോളം ബാക്ക് റോട്ടിലേക്കാണ് കിടന്നിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ എപ്പോഴും ശ്രദ്ധിച്ചു പോകുമായിരുന്നു, ഇപ്പൊ എന്തുകൊണ്ട് ഇത് ഒന്ന് അകത്തേക്ക് ഇടാൻ പറ്റാത്തത് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച്. അപ്പൊ അവരൊക്കെ ഹുണ്ടായി ക്രിറ്റയാണ് അവരുടെ വണ്ടി. അപ്പം
ഞാൻ ജെ പി ആയിട്ട് ജയപ്രകാശ് എന്നാണ് പേര്. എങ്കിലും ഞങ്ങൾ ജെ പി എന്ന് ഷോർട്ട് ഫോം ജെ പി എന്നാണ് വിളിക്കുന്നത്. ജെ പിയിൽ ഇങ്ങനെ സംസാരിച്ച് ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറയാം നമുക്ക് അകത്തേക്ക് കയറ്റിയിടാം എന്ന രീതിയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ വരാൻ പറഞ്ഞ് അങ്ങനെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് സ്റ്റെപ്പ് ഇവിടെ കൂടെ പോകുന്നേക്കുന്ന കാരണം നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടായി. ആ ടോയ്ലറ്റൊക്കെ മാറ്റിയിട്ട് കാറ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റിയിരുന്ന രീതിയിൽ വരുമ്പോൾ ആ സ്പേസ് നമ്മൾ ഇവിടെ ഈ സ്റ്റെയറിന്റെ ഇപ്പുറത്ത് വെച്ച് ഈ സൈഡിൽ വെച്ച് ഈ റൈറ്റ് സൈഡിൽ വെച്ച് ഇത് എന്താ പറയണ വാള് വരുന്ന ബാക്കി അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് കിടക്കും. അപ്പൊ അതും കൂടെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെയറിന്റെ ഒരു സ്റ്റോറേജ്. അതാണ് ഞാൻ പറഞ്ഞത്, അത് ചിന്തിക്കാനുള്ള ഒരു തോട്ട് പ്രോസസ് എങ്ങനെ വരുന്നു ഒരാൾക്കെന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾക്ക് ഇവരുടെ ഈ അത്യാവശ്യം യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ അങ്ങനെ വെക്കാം. അപ്പൊ ഇവിടുത്തെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടർ വെക്കാനായിട്ട് ഇവിടെ ഒരു സ്ഥലം ഇല്ല എന്നുള്ള ഒരു സംഭവം ഉണ്ടായി. അത് ഈ സ്റ്റെയറിന്റെ ചെറിയൊരു സ്പേസ് കിട്ടി. അത് നമ്മള് പിന്നെ ഇതിപ്പോ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഇപ്പൊ ഇത് ഫോൾഡ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഇങ്ങനെ ഇൻവെർട്ടറിന്റെ ബാറ്ററി വെച്ച് ഒരു ട്രോളി യൂണിറ്റ് പോലെ ആക്കിയെടുത്ത്. അപ്പൊ പൊക്കിയെടുക്കണ്ട, ഈ ചെറിയ സ്പേസ് ആയതുകൊണ്ട് അത് പൊക്കിയെടുക്കാൻ പറ്റൂല. അതാണ് ആ ചെറിയ സ്പേസും അതാണ്. അപ്പൊ ഇവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെ പി എന്നോട് പറഞ്ഞത്, ഞാൻ ജെ പിയോട് ചോദിച്ചു നമുക്ക് ഒരു നല്ലൊരു പോസിറ്റീവ് ആംബിയർ കിട്ടുന്ന ഒരു വീട് വേണ്ടതെന്ന് ചോദിച്ചു. അത് വേണോന്ന് പറഞ്ഞു. ചെയ്തോന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഒന്നും നോക്കണ്ട ചെയ്തോളാൻ പറഞ്ഞു. അവരുടെ പല വീടുകളിലും പോയി കാണുമ്പോൾ അവരുടെ വീട് എന്താണെന്നുള്ളത് അവരിങ്ങനെ താരതമ്യം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് അവരുടെ മനസ്സിൽ തൃപ്തി ആകണ രീതിയിൽ, അതായത് അതിൽ കൂടുതൽ ചെയ്ത്. പിന്നെ ഇതിപ്പോ വാസ്തുപരമായിട്ടുള്ള ഇത് നോക്കുമ്പോ വാസ്തു അല്ലായിരുന്നു വീട് ശരിക്കും. അപ്പൊ ആ വാസ്തു കറക്റ്റ് ചെയ്താണ് ഈ വീട് ഇപ്പൊ ചെയ്തേക്കുന്നത്. അപ്പൊ അത് ഓരോ ദർശനത്തിനനുസരിച്ചാണ് വാസ്തുവിന്റെ ചുറ്റളവ് വരണത്, വീടിന്റെ റൂമുകളെല്ലാം വരണത്. അതെല്ലാം ഈ രീതിയിലേക്ക് മാറ്റി. അപ്പൊ ഇപ്പൊ ഇതിനകത്ത് വന്നിട്ട് നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് തന്നെ പറയും ഒരു പ്രത്യേക ഒരു നിങ്ങൾ പറഞ്ഞില്ലേ അപ്പൊ കസ്റ്റമർ അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ഒരു സന്തോഷം അല്ലേ? അതെ, കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു സ്ഥലത്ത് എങ്ങനെങ്കിലും വീട് വെക്കുന്നതും അത് എത്രത്തോളം മനോഹരമാക്കാമോ അങ്ങനെ വീട് വെക്കുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ശരിക്കും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓരോ കാര്യങ്ങള് ഇവര് ഞാൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഇവര് വന്ന് ജസ്റ്റ് 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ വന്ന് ഇവര് നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇവർക്കും അത് ഇവർ ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ നന്നായിട്ടാണ് ചെയ്തു തരുന്നത്. അപ്പൊ അത് വളരെ അവർക്കൊരു എന്താ പറയാ, അവർക്ക് ഒരു കസ്റ്റമർ ഒരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമ്മൾ ചെയ്ത ഒരു ഇത്. അപ്പൊ എന്ത് ഒരു കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കും, അത് ഇന്നത് രീതിയിൽ ചെയ്യാം. ഹാപ്പിയാണ് അല്ലേ? മോളുടെ റൂമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കണ്ടതിൽ. കാരണം എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള ബെഡാണ്. ഞാൻ അങ്ങനത്തെ ബെഡ് ഇതുവരെ കണ്ടിട്ടില്ല. സ്റ്റോറി സ്പേസ് ഉള്ള ബെഡ് ഞാൻ കണ്ടിട്ടില്ല. എന്ത് തോന്നുന്നു? വീടൊക്കെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ? ഒത്തിരി ഇഷ്ടമാണ്. റൂമോ? പഠിക്കാൻ തോന്നുന്നുണ്ടോ അവിടെ ഇരുന്നിട്ട്? ഡ്രസ്സിംഗ് ടേബിൾ എന്നോട് പറയാമോ, ഡ്രസ്സിംഗ് ടേബിൾ എനിക്ക് വാങ്ങിച്ചതാന്ന് പറയും. വാങ്ങിച്ചാൽ വെക്കാൻ സ്പേസ് ഇല്ല, അതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. ഇപ്പൊ സ്പേസ് ഇഷ്ടം പോലെ ഉണ്ടല്ലേ? സ്റ്റോറേജ് സ്പേസിന്റെ ഒരു സംഭവം ഞാൻ ഇവരോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഇവർക്കറിയില്ല അതിനെ കുറിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഫോൾഡ് ചെയ്യാൻ ഇത് പൊക്കിയെടുക്കുന്ന രീതിയിൽ നമുക്ക് ആക്കാന്ന് പറഞ്ഞു. അത് കണ്ടപ്പോഴാണ് ഇവർക്ക് അതിന്റെ ആ ഒരു ഇനി ഇത് കാണുമ്പോഴാണ് പലരും ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് തന്നെ. അത് പലർക്കും അറിയില്ലായിരുന്നു കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ശരിക്കും കംപ്ലൈന്റും ആയിരിക്കും. വലിച്ചെടുക്കണതേ ട്രോളി വെച്ചിട്ട് വലിച്ചെടുക്കണത് നമുക്ക് ഈ അധികം ആ ഫുള്ള് സ്റ്റോറേജ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഇതാകുമ്പോ അതിനകത്ത് ഫുള്ള് സാധനങ്ങള് ട്രോളി യൂണിറ്റ് അങ്ങനെയുള്ള പിന്നെ ട്രോളി ബാഗ് അങ്ങനെയുള്ള എല്ലാ സാധനവും. പിന്നെ ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം പ്രീമിയം സെറ്റപ്പ് തന്നെയാണ്. ലൈറ്റിംഗ് ആണെങ്കിലും ഫാൻ ആണെങ്കിലും എല്ലാം അല്ലേ? എല്ലാം BLDC ഫാനാണ്. പവർ കുറക്കാവുന്ന രീതി. പിന്നെ LED ബൾബാണ് ഫുൾ ഉള്ളത്. ഇപ്പോഴാണ് ഞാൻ ആ ലൈറ്റിംഗ് ശ്രദ്ധിച്ചത്. നമ്മൾ വന്നപ്പം ആ ലൈറ്റിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതൊന്നും എല്ലാവരും കാണിച്ചു കൊടുക്കട്ടെ. ഇതിലിങ്ങനെ ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് നമ്മള് സെപ്പറേറ്റ് ഇടുന്നതാണല്ലേ? പക്ഷെ ഇത് റെസിഡന്റ് നമ്മൾ നൈറ്റ് ഇടും.
അതെ നൈറ്റ് നൈറ്റ് ഇവിടെ ഒക്കെ ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ എല്ലാരും വന്നിട്ട് ഒരു അല്ല ഇത് ഇവിടെ എന്താന്ന് വെച്ചാലേ നമ്മൾ കേറി വരുമ്പോ തന്നെ ഓരോ എലമെന്റ്സും നമ്മളിങ്ങനെ നോട്ട് ചെയ്യും. ഞാൻ ഇതൊക്കെ ചേച്ചിയുടെ അടുത്ത് എടുത്ത് ചോദിച്ചു, കാരണം ഇതൊന്നും ഞാൻ അതൊരു കണ്ടിട്ടില്ല. അത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്നതാണ്. ഓസ്ട്രിച്ചിന്റെ എഗ്ഗാണ്. അത് ചേച്ചി പറഞ്ഞു ഈ വീട് നമ്മള് റെന്റിന് താമസിച്ചപ്പോഴും ഇത് എടുത്തോണ്ടായിരുന്നു പോയെന്നുള്ളത്. റിനോവേറ്റ് ചെയ്യുമ്പോ നമ്മള് തൊട്ട് ഫ്രണ്ടിൽ തന്നെയായിരുന്നു താമസിച്ചത്. അപ്പൊ വേറെ എല്ലാം നമ്മൾ എടുത്ത് മുകളിൽ വെച്ചു, ഇത് പക്ഷെ കയ്യിൽ വെച്ചു. അതാണ്. അപ്പൊ ഈ വീട് മൊത്തത്തില് സ്പെഷ്യൽ ആണ് അല്ലെ? ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരുപാട് സന്തോഷം നിങ്ങളുടെ മുഖത്തും ഉണ്ടാവുന്ന സന്തോഷം. ഇത്രയും അല്ലേ അമ്മാമ ഹാപ്പി അല്ലേ? അമ്മാമ ഡബിൾ ഹാപ്പിയാണ്. ഇത് ഞാൻ സിമെന്റിന്റെ ആർട്ട് വർക്ക് അല്ലേ? സിമെന്റിന്റെ ആർട്ട് വർക്ക്. ഇത് നമ്മുടെ ഈ നമ്മുടെ ചേർത്തല പൂച്ചാക്കലൊരു ആർട്ടിസ്റ്റ് ഗോവിന്ദ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കസിൻ കൂടെയാണ്, ചേട്ടനാണ്. അപ്പൊ ആള് ഈ ഒരു വർക്ക് വേറെ എന്റെ വീട്ടിൽ ചെയ്ത് കണ്ടപ്പോഴാണ് ഇവര് പറഞ്ഞത് ഇവർക്ക് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞത്. അപ്പൊ അതിലും ഇത്തിരിയുടെ ഭംഗിയാക്കി, ഇത്തിരിയുടെ വലിപ്പത്തില് ഇത്തിരിയുടെ ഭംഗിയാക്കി. കാരണം എന്താ വെച്ചാല് ഇത് നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം ആയിട്ട് തോന്നും, പക്ഷെ ഇത് ഫോട്ടോ ഫ്രെയിം അല്ല, സിമെന്റ് കൊണ്ടുള്ള ആർട്ട് വർക്ക് ആണ്. അതാണ് എടുത്തു പറയേണ്ടത്. അത് ചോദിച്ചായിരുന്നു ഫോട്ടോ ഫ്രെയിം ആണോ എന്ന് ചോദിച്ചവരുണ്ട്. അത് എങ്ങനെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ തോന്നി, പക്ഷെ നമ്മൾ തൊട്ട് നോക്കും മനസ്സിലാവും അത് സിമെന്റിൽ ചെയ്തിട്ടുള്ള ആർട്ട് വർക്ക് ആണ്. പക്ഷെ ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കേറി വരുമ്പോ തന്നെ കാണുന്നത് ഇതാണ്. ഈ ഫ്രെയിം കാണുമ്പോ തന്നെ ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട്. അതിന് ഈ ജനലൊക്കെ ഞാൻ അതിന് വേണ്ടിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു പിക്ചർ ഇവിടെ ജനലിൽ കുറച്ച് ഇങ്ങോട്ട് മാറിയായിരുന്നു ഈ വിൻഡോസ് ഒക്കെ ഉണ്ടായിരുന്നത്. അത് വന്നിട്ട് എല്ലാം കുഞ്ഞു ഒന്നും നമുക്ക് വെക്കാൻ വെക്കാൻ അപ്പൊ അത് ആ വിൻഡോസ് ഒക്കെ ഒന്ന് മാറ്റി സമ്മതിച്ചിരിക്കുന്നു ചേട്ടാ, സമ്മതിച്ചിരിക്കുന്നു. ഞാനൊരു വീട് വെക്കുന്നുണ്ടെങ്കിൽ ചേട്ടനെ തന്നെ കോണ്ടാക്ട് ചെയ്തോളാം. എല്ലാ സ്പേസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം. എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ സ്പേസിൽ ഇത്രയും ലക്ഷറി ആൻഡ് പ്രീമിയം ആയിട്ടുള്ള ഒരു വീട് കാണുന്നത്. ഓരോ എലമെന്റും എന്നെ കാണിച്ചു തന്നതിലും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതിലും ഒരുപാട് സന്തോഷം. അപ്പൊ വീണ്ടും കാണാൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.